സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതിൽ ആദ്യമായി റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ വിതരണവും റേഷൻ മസ്റ്ററിംഗും പ്രതിസന്ധിയിലായതോടെ അധിക സർവർ സജ്ജീകരിക്കാൻ ഭക്ഷ്യവകുപ്പ് നടപടി ആരംഭിച്ചു. ഇതിനു വേണ്ടിയിട്ട് 4 ലക്ഷം രൂപയോളം ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. ആധാർ വിവരങ്ങൾ സൂക്ഷിക്കുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യക്ക്, അതായത് UIDAയ്ക്ക് നൽകാനാണ് ഈ തുക. ഈ പോസ്റ്റ് യന്ത്രത്തിൽ റേഷൻ കാർഡ് ഉടമ വിരൽ പതിപ്പിക്കുമ്പോൾ ആധാർ വിവരങ്ങൾ പരിശോധിക്കാൻ സഹായിക്കുന്ന ഒതന്റിഫിക്കേഷൻ യൂസർ ഏജൻസി AUA ആണ് വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസം മസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾ അവതാളത്തിലാകാൻ കാരണം സംസ്ഥാന IT മിഷന്റെ ഉടമസ്ഥതയിലുള്ള ഒതന്റിക്കേഷൻ യൂസർ ഏജൻസിയിലെ തകരാറാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ NICയുടെ ഉടമസ്ഥതയിലുള്ള ഒരു AUA പകരം ഉപയോഗിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വന്തമായി ഒതന്റിഫിക്കേഷൻ യൂസർ ഏജൻസി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ റേഷൻ വകുപ്പ് സ്വന്തമായി ഒരു AUA വാങ്ങുന്നതോടുകൂടിയിട്ട് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ ഒരു പരിഹാരമാകുമെന്നാണ് IT വിദഗ്ധർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മസ്റ്ററിംഗ് നടപടി വരും ദിവസങ്ങളിൽ തന്നെ പുനരാരംഭിക്കാനും സാധ്യതയുണ്ട്. അതായത് 2024 മാർച്ച് മാസം 31 മുൻപ് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത്. 6 മാസത്തോളം യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഏറ്റവും അവസാന മാസത്തേക്ക് ഇതും നീക്കിവെച്ചതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. സമയം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തവണ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചെങ്കിലും സമയം നീട്ടി നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല എന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അടിയന്തര നടപടി സ്വീകരിച്ച് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരും ലക്ഷ്യം വെക്കുന്നത്. മസ്റ്ററിംഗ് നടപടി പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് ആ വിവരം എത്തിക്കുന്നതാണ്. രണ്ടാമതായി, സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആദ്യം തീരുമാനിച്ച ഒരു ഗഡു 1600 രൂപ ഇതിനകം തന്നെ ആളുകളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തി തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് മാസം 15 മുതലാണ് ഇതിന്റെ വിതരണം തുടങ്ങിയത്. മാർച്ച് മാസം 21 കൂടിയിട്ട് വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതിന്റെ കൂടെ തന്നെ ക്ഷേമ പെൻഷൻ 2 ഗഡു കൂടി അനുവദിച്ചതായി ഭക്ഷ്യമന്ത്രി അറിയിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 2 ഗഡു കൂടി വിഷുവിന് മുൻപ് വിതരണം ചെയ്യും. 3200 രൂപ വീതമാണ് ഓരോരുത്തർക്കും ലഭിക്കുക. നിലവിൽ ഇപ്പോൾ വിതരണത്തിൽ ഇരിക്കുന്നത് ഒരു ഗഡു 1600 രൂപയാണ്. വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് 4800 രൂപ വീതമാണ് ഇതോടെ ഓരോരുത്തരുടെയും കൈകളിലെത്തുക. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തി മുഴുവൻ പേർക്കും തുക ലഭിക്കും. തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടി എല്ലാ മാസവും കൃത്യമായി ലഭിക്കാനുള്ള ആവശ്യമായ നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാത്ത ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല. 2023 സെപ്റ്റംബർ മാസത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് നടന്നത്. ഈ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഈ തുകയൊന്നും ലഭിക്കില്ല എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് റേഷൻ മസ്റ്ററിംഗും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.